നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഗ്രൂപ്പിലാണ് മൊറോക്കോ. അവരുടെ ആദ്യ മത്സരമാവട്ടെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബ്രസീലിനെതിരെ. നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് ഞായറാഴ്ച പുലർച്ചെ 3:30 ബ്രസീൽ വേഴ്സസ് മൊറോക്കോ കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ മൊറോക്കോക്ക് വലിയ തിരിച്ചടി, ബ്രസീലിന് ആശ്വാസം, അല്ലെങ്കിൽ ബ്രസീലിന് സന്തോഷ വാർത്ത എന്നൊക്കെ പറയാവുന്നൊരു സംഭവം. മൊറോക്കോയുടെ സുപ്രധാന താരങ്ങൾ 2 പേര് പരിക്കേറ്റ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഒന്ന് എസ് അബ്ദെ, നമുക്കറിയാമല്ലോ, മൊറോക്കോയുടെ പ്രഗത്ഭനായിട്ടുള്ള സ്ട്രൈക്കറാണ്, മുൻ ബാഴ്സ താരമായിരുന്നു. പിന്നെ റയൽ ബെറ്റീസിൽ കളിക്കുന്ന എസ് അബ്ദെ കഴിഞ്ഞ സന്നാഹ മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്, അദ്ദേഹം പുറത്തായിരിക്കുന്നു. അതുപോലെ നയഫ് അഗാഡ് പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു. പകരം മർവാൻ സദാനെയും അതുപോലെ തന്നെ അമിനി സാബിയെയുമാണ് ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഇത് അവർക്കൊരു തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അബ്ദെ അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറാണ്, ബെറ്റീസിൻ്റെ സ്ട്രൈക്കറാണ്. അദ്ദേഹത്തിന് നോർവേക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിലാണ് കാൽമുട്ടിന് സ്ട്രെയിന് അനുഭവപ്പെട്ടത്. അദ്ദേഹം റിക്കവർ ആവും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ മൊറോക്കോ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു താരത്തിന് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ കഴിയുന്നതിന് മുമ്പ് ഫിറ്റാവാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എസ് അബ്ദെ നമ്മൾ വിളിക്കുന്ന എസലൂയെ അവർ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പകരം 25-കാരനായിട്ടുള്ള വിങ്ങർ അമീൻ സാബി അവരുടെ സ്ക്വാഡിലേക്ക് എത്തും. അതേസമയം നയഫ് അഗാഡ് ഇപ്പോൾ ലീഗ് 1-ൽ ഒളിമ്പിക് മാഴ്സയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച താരമാണ്. ആ താരത്തെയാണ് അവർക്ക് നഷ്ടമാകുന്നത്. അത് അവരുടെ ഡിഫൻസിനെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം 2022-ൽ അവരുടെ ടീം സെമിഫൈനലിലേക്ക് എത്തിയല്ലോ, വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലിലേക്ക് എത്തിയല്ലോ. ആ സ്ക്വാഡിലെ പ്രധാനപ്പെട്ട താരമായിരുന്നു. എന്നാലും താരത്തിന് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ട് മാർച്ച് 4 മുതൽ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സർജറിയും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ അദ്ദേഹത്തിന് റിക്കവർ ആവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അവർക്ക് ഒരു തിരിച്ചടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പകരമാണ് മർവാൻ സദാനയെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.